ഇത് കസ്റ്റമർ അയച്ചുന്ന റെഫറൻസ് പിക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ കാണുന്ന ആ ലേസും അതിൽ തൂങ്ങിക്കിടക്കുന്ന ആ മുത്തുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചെയ്ത് തരുമോ ചോദിച്ചിരുന്നു. ആയിക്കോട്ടെ, നമുക്ക് കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്ലോത്തായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഇത് ഓൺലൈനിൽ വരുത്തിപ്പിച്ചൊരു പാകിസ്ഥാനി സ്ലീവുള്ളൊരു ചുരിദാറിൻ്റെ ബിറ്റായിരുന്നു. പിന്നെ അതിനുള്ള ലേസൊക്കെ ഓൾറെഡി അതിന്മേൽ തന്നെ വെച്ചു. പിന്നെ ഈ സ്ലീവിലുള്ള ലേസും അതിനുള്ള മുത്തും കൂടെ ഞാൻ ഇതേപോലെ ബട്ടൺ ഹൗസിൽ പോയി വാങ്ങിച്ചു. അപ്പോൾ ആദ്യം ചെറിയ ഇതേപോലത്തെ മുത്തും, പിന്നെ ഇതേപോലെ തന്നെ ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു മുത്തും, പേളിൻ്റെ മുത്തും, പിന്നെ ചെറിയൊരു ഷുഗർ ബീഡ്സുമാണ് ഇതിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ലേസ് സ്ലീവിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ ആ ലേസിൻ്റെ ഓരോ ഹോളിൽ കൂടെ സൂചി നൂലും കോർത്തിട്ട് നമ്മൾ ആദ്യം ബീഡ്സ് ഇട്ടു. പിന്നെ ആ വലിയ മുത്ത് ഉണ്ടല്ലോ അതിട്ടു. പിന്നെ അതേപോലെ ഷുഗർ ബീഡ്സും കോർത്തു. അതിന് ശേഷം ആ ചെറിയ മുത്തിന്, അതായത് ഷുഗർ ബീഡ്സിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി 2 മുത്തിൻ്റെ ഇടയിൽ കൂടെ സൂചി കയറ്റിയിട്ട് തിരിച്ച് അതേപോലെ തന്നെ ലേസിൻ്റെ ആ ഹോളിൽ ഇതേപോലെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരുപാട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. ഈ ഒരു ഹാങ്ങിങ്ങിൽ മുത്ത് ഞാൻ ഇതേപോലെ ആ സ്ലീവിൻ്റെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇതേപോലെ തുന്നി കൊടുത്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കസ്റ്റമർ എന്തെങ്കിലും ആഗ്രഹം പറയുമ്പോൾ ഞാനത് എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ മാക്സിമം അവർക്കത് ചെയ്തു കൊടുക്കാൻ നോക്കാറുണ്ട്.